കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്ന എനിക്കും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പെറ്റ തള്ളയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും പെറ്റ തള്ളയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും നീ എൻ്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോമനപ്പേർ, നീ എൻ്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോമനപ്പേർ, വളർത്തിയെന്നോളമാക്കി തിരുനാമ മഹത്വത്തിനായി, വളർത്തിയെന്നോളമാക്കി തിരുനാമ മഹത്വത്തിനായി, ഓരോ നാളിലും പിരിയാദന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് വീണ്ടും നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തികച്ചും അവിചാരിതമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് രാജ്യത്ത് വരുവാനിടയായത്. അതിനായി ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുവദിയമായ സമയത്തിനുള്ളിൽ കർത്താവ് ഏൽപ്പിച്ച ഒരു ആത്മീക സന്ദേശമുണ്ട്. നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കണം. അതോടൊപ്പം വൈ ആം ഹിയർ എന്നുള്ളത് അല്പം ഒന്ന് പറഞ്ഞു പോകണം. ഒരു 10 minutes I'll take. Within 10 minutes I don't know I can wind up my testimony, but I try my level best to wind it up. കർത്താവ് എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത് തികച്ചും ദൈവിക പദ്ധതിയാണ് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ഈ പകലിൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആയിരിക്കുന്നു. സ്തോത്രം. എൻ്റെ പേര് മോൻസി ജോൺ. ഞാൻ കേരളത്തിൽ കോതമംഗലം, എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കുറച്ച് നാളുകൊണ്ട്. ബേസിക്കലി ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതം ഏകദേശം 27 വർഷം മുൻപ് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരങ്ങൾ നൽകി. എന്നാൽ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കർത്താവ് എന്നെ അവിടെ എത്തിച്ചതാണ്. ഞാനായി, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, കർത്താവ് എന്നെ അവിടെ എത്തിച്ചതാണ്. അത് പറഞ്ഞ് അല്പസമയം എടുത്തിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഒരു യാഥാസ്ഥിക യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾ ഞാൻ പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം കോതമംഗലം, മൂവാറ്റുപുഴ ആയ ഭാഗങ്ങളിൽ, തൊടുപുഴയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെയൊക്കെ വാസസ്ഥലങ്ങളും വീടുമൊക്കെ. ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർക്കുണ്ടായിരുന്ന സ്വത്തും എല്ലാം വിറ്റ് മലബാർ എന്ന് പറയുമ്പോൾ പാലക്കാട്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ ആൻഡ് കാസർഗോഡ്, ഈ 4-5 ജില്ലകളെ ചേരുന്നതിനാണ് മലബാർ എന്ന് പറയുക. മലബാറിലേക്ക് അവർ യാത്രയായി. അവിടെ ചെന്ന് കുറേ സ്ഥലമൊക്കെ വാങ്ങി കുറേ കൂടെ ധനാഢ്യരാകണമെന്നുള്ള ചിന്തയോടുകൂടെ കുടിയേറ്റ കർഷകരായിരുന്നു എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ പിതാവ് അന്നത്തെ കാലത്ത് അഗ്രികൾച്ചറൽ ഡിപ്ലോമ കോഴ്സ് പാസ്സാവുകയും അതിനുശേഷം അതിനോട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്ന ആളുമായിരുന്നു. കോട്ടയത്തുള്ളതായിരിക്കുന്ന
പ്രൈവറ്റ് എസ്റ്റേറ്റ് പ്ലാന്റേഷൻ ഗ്രൂപ്പിൻ്റെ ഒരു അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരാളായി. അവർക്ക് ഈ പ്ലാന്റേഷൻ ആനത്താനം എസ്റ്റേറ്റ് ഗ്രൂപ്പ്, ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും, ആനത്താനം എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു 350ഓളം ഏക്കറുള്ള എസ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കാൻ വേണ്ടി എൻ്റെ പിതാവ് ജോലിയോടുള്ള ബന്ധത്തിനും കൂടെയാണ് ആ പ്രദേശത്തേക്ക് പോയത്. എന്നാൽ വളരെ ചുരുക്കമായി പറയേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യം എല്ലാം എൻ്റെ ജനനത്തോടനുബന്ധിച്ച് സംഭവിച്ചതായിരിക്കുന്ന കാര്യം, പിതാവിന് ജോലി സ്ഥലത്ത് അതിശക്തമായ പ്രശ്നങ്ങളുണ്ടായി, ലേബർ ഇഷ്യൂസ് ഉണ്ടായി, സ്ട്രൈക്സ് ഉണ്ടായി, അങ്ങനെ വെടിവെപ്പുണ്ടായി. ആ വെടിവെപ്പിൽ 4 പേര് മരണപ്പെട്ടു. ഈ 4 പേരുടെ മരണത്തിന് ഉത്തരവാദി ആ എസ്റ്റേറ്റിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയിൽ എൻ്റെ പിതാവിൻ്റെ മേൽ നിക്ഷിപ്തമാകുകയും ഒറ്റ രാത്രി കൊണ്ട് സകലവും തകിടം മറിഞ്ഞ് എൻ്റെ പിതാവ് അവിടെ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ സ്വന്തം കുടുംബത്തിൽ പോലും അറിയിക്കാതെ എവിടെയോ യാത്രയായിപ്പോയി. 4 മക്കളും അമ്മയും മാത്രം എസ്റ്റേറ്റിൻ്റെ ഒരു ഒരു വീട്ടിൽ താമസമാക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി പോലീസ് ഇടിച്ചു കയറി വീട്ടിൽ വരും. എല്ലാ ദിവസവും നാട്ടുകാരുടെ പരിഹാസം. എൻ്റെ പിതാവ് വളരെ താല്പര്യത്തോടു കൂടെ വാങ്ങിയ 18 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ആ 18 ഏക്കർ സ്ഥലവും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെല്ലാം കൂടെ കയ്യേറി അവരുടെ സ്വന്തമാക്കി മാറ്റി. ഒരു നിമിഷം കൊണ്ട് സകലതും കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴിച്ചു പോയി. അമ്മയുടെ മുൻപിൽ മറ്റൊന്നും വഴിയുണ്ടായിരുന്നില്ല. 3 മാസം പ്രായമുള്ള എന്നെ ഉൾപ്പെടെ എല്ലാവരെയും കൂടെ ചേർത്ത് വിഷം നൽകി മരിക്കുക എന്നത് മാത്രമല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഇവൻ വിഷം വാങ്ങാൻ പോലും വീട്ടിൽ പണമില്ലെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മ പറഞ്ഞു, എൻ്റെ മൂത്ത സഹോദരനോട് പറഞ്ഞു, 11 വയസ്സ് പ്രായമുള്ള മൂത്ത സഹോദരനോട് പറഞ്ഞു, നീ അവിടെ കാഞ്ഞിരത്തിൻ്റെ വേര് കിട്ടും, കാഞ്ഞിരത്തിൻ്റെ തോല് ഇളക്കിക്കൊണ്ടുവരിക. അത് ഇന്ന കാര്യത്തിനാണെന്ന് ചേട്ടനോട് പറഞ്ഞില്ല. ഒരു ചെടി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഒരു മരമുണ്ട്, മരത്തിൻ്റെ വേര് അതിൻ്റെ ഇളക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ജ്യേഷ്ഠനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആദ്യത്തെ എടുക്കാൻ പോയി. മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിട്ട് അത് എടുക്കാൻ സാധിച്ചത്. അതെടുത്ത് വീട്ടിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ വന്നിട്ട് ജ്യേഷ്ഠനെ എതിരിട്ടിട്ട് പറഞ്ഞു, നീ എന്തിനാ ഈ വേരിങ്ങോട്ട് പോണത്? വിഷമാണ്, നീ എന്തിനാ നിന്റെ പ്രായത്തിലുള്ള പിള്ളേർ എടുക്കാൻ പാടില്ല. നിരുത്സാഹപ്പെടുത്തി. എൻ്റെ അമ്മ പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ അമ്മയാണെന്ന് വീട് ഏതാണ് ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ പ്രയാസത്തിൽപ്പെട്ട് കേസിൽപ്പെട്ട് കിടക്കുന്ന ആ എല്ലാവരുടെയും പരിഹാസമായി നിൽക്കുന്ന കുടുംബമാണെന്ന് മനസ്സിലാക്കി ഈ വൃദ്ധനായ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഇത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ 4 മക്കളെയും കൊന്ന് ഞാനും ഇത് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലിട്ട് തിളപ്പിച്ചാൽ ഇതൊരു മാരക വിഷമായി മാറും. ഇത് കഴിച്ച് ഞങ്ങൾ 5 പേരും ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിറക്കുകയാണ്. അതേ പ്രശ്നത്തിൻ്റെ രൂക്ഷത ഈ മനുഷ്യനും അറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം ഇതായിരുന്നു, നിന്റെ മൂത്ത മക്കൾ 2 പേര്, അവരെ 2 പേരെയും നീ എൻ്റെ വീട്ടിലേക്ക് വിട്. എൻ്റെ വീട്ടിലെ കന്നുകാലികളെ മേയ്ക്കാനും ആടുകളെ മേയ്ക്കാനും തൊഴുത്തിലെ പണി ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയുമല്ലോ, അവരെ അങ്ങനെ ചെയ്യാം. നീയും മകളും എൻ്റെ കൂടെ പോരെ. നിങ്ങൾക്കും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. പക്ഷെ നിന്റെ ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ ഒരു തടസ്സമായിരിക്കും. അതുകൊണ്ട് സഭയുടെ തന്നെ കീഴിലുള്ള ഒരു ഓർഫനേജ് ഉണ്ട്, ആ ഓർഫനേജിലേക്ക് ഇടാം. അങ്ങനെ ചെറുബാല്യത്തിലെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ അവരെ നഷ്ടപ്പെട്ടു പോയ ഒരു പക്ഷേ ഞാൻ ആ വാക്കുപയോഗിക്കാൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഹതഭാഗ്യവാനാണ് ഞാൻ. പക്ഷേ അവിടെ കൊണ്ടുപോയി പിന്നീട് ഞാൻ അവരെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ആ സ്ഥാപനത്തിൽ കഴിച്ചുകൂട്ടി. എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിൽ ദീർഘവർഷങ്ങൾ ഞാൻ പഠിച്ചു. എൻ്റെ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് അറിയുന്നത് എനിക്ക് മാതാപിതാക്കളുണ്ട്. അവരെവിടെയാണെന്ന് പ്രത്യേകിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മാതാപിതാക്കളുണ്ടെന്ന് തിരിച്ചറിയുന്നു. അതിനോട് ചേർന്ന് ഞാനിങ്ങനെ പറയട്ടെ, ഞാൻ എൻ്റെ ചെറുബാല്യം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു രാജ്യമായിരുന്നു കാനഡ എന്ന് പറയുന്നത്. കാരണം ഞാൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ സ്പോൺസേഴ്സ് ആയിരുന്നു കനേഡിയൻ മിഷണറിമാർ.
അപ്പം അതുകൊണ്ട് അന്ന് പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. ഞങ്ങൾ യാക്കോബ പള്ളിയിൽ ചൊല്ലുന്ന ചൊല്ലുകളൊക്കെയാണ്. അതൊക്കെ കുറേ പഠിച്ചു. അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അത് എന്നാൽ നിർബന്ധമായതുകൊണ്ട് അതൊക്കെ പഠിച്ചു. എന്നാൽ ഈ കാനഡ എന്ന രാജ്യത്തിന് വേണ്ടി എൻ്റെ ഇന്നും ഓർക്കുന്നുണ്ട്, എന്നെ ദത്തെടുത്തവർ 2 പേര്, അന്ന് പ്രായമുള്ളവർ, വർഷത്തിലൊരിക്കൽ അവർ വരും. അവർ ഞങ്ങളെ കാണാൻ വേണ്ടി വരും. ഞങ്ങളോടൊപ്പം അവിടുത്തെ സമ്മർ അവിടെ ചെലവഴിക്കും. ഞങ്ങളുടെ സമ്മർ വെക്കേഷനിൽ അവരവിടെ ഉണ്ടാകും. വളരെ എൻജോയബിളായ സമയമായിരുന്നു. കാത്തി ആൻഡ് സ്പെൻസർ, ഈ 2 പേരാണ്. അവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടുത്തെ നാട്ടുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റൈറ്റ്. എനിവേ, വളരെ ചെറുപ്പം മുതലേ ഞാൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ഈ രാജ്യത്ത് വരണമെന്ന്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ജോലി അന്വേഷിച്ച് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വീണ്ടും കാണുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു ബാല്യമെന്ന് പറയാൻ ഒരുപക്ഷെ എനിക്ക് സാധിക്കും. പക്ഷേ ദൈവം എന്നെ അവിടെ കൈവിട്ട് കളഞ്ഞില്ല. ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി വന്ന ഗിഡിയൻസ് ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്ന സംഘടനയുണ്ട്. ആ സംഘടനയിൽപ്പെട്ട കുറേ പേര് വന്ന് ബൈബിളൊക്കെ എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്കൊരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് കിട്ടി. ഞാനത് വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരുപാട് സംശയങ്ങൾക്ക്, കാരണം യാക്കോബ, ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിലൊന്നും യാക്കോബ പള്ളിയിൽ പോകുന്നവരൊന്നും ബൈബിളൊന്നും വായിക്കാൻ വായിക്കത്തുമില്ല. അത് വള്ളിത്തട്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷെൽഫിൻ്റെ മുകളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പുസ്തകത്തിലുള്ള ആരാധനക്രമം പഠിച്ചിട്ട് പോരെ, ആരാധന കണ്ടോണം തിരിച്ചു പോകുന്നോണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലുള്ള കാര്യങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ UCYF എന്നറിയപ്പെടുന്ന കോളേജ് ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഒരു സംഘടന, ഒരു ആരാധന യോഗത്തിൽ, യാക്കോബായ പള്ളിയുടെ അല്ലാത്ത ഒരു ആരാധന ഞാൻ കടന്നുപോയത് അതെൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. പക്ഷേ എനിക്കെൻ്റെ ഈ തിരിച്ചറിവ്, ഞാൻ രക്ഷിക്കപ്പെട്ടത്, എനിക്ക് ദൈവം എന്നോട് സ്പർശിച്ചത്, ദൈവനോട് സംസാരിച്ചത്, ദൈവം എന്നോട് ഇടപെടുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിൽ എനിക്ക് പറയാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി ഒരു സമയത്തേക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ജോലി കിട്ടുന്നത് വരെ ഒരു രഹസ്യ ശിഷ്യനായി കർത്താവിനെ സേവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ കർത്താവ് എന്നെ രക്ഷിച്ച് ഈ വിധത്തിൽ എത്തിക്കുവാനിടയായി. അതിനുശേഷം എൻ്റെ പഠനത്തിന് ശേഷം മാതാപിതാക്കളെ കണ്ടു. അവരുടെ അവസ്ഥകളിൽ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ജോലി ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ, എനിക്ക് പരിചയമുള്ള ഒരാളുടെ സഹായത്തോടു കൂടെ നോർത്ത് ഇന്ത്യയിൽ, ഡൽഹിയിലും ഹരിയാനയിലുമായി ഏകദേശം 13 വർഷത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഹരിയാനയുടെ യൂണിവേഴ്സിറ്റികളിലും, ഹരിയാന കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ഗസ്റ്റ് ലെക്ചറായി ഏകദേശം 14 വർഷത്തോളം എനിക്ക് ആ പ്രദേശത്ത് ജോലി ചെയ്യാൻ അവസരമൊരുക്കി. എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചു. പലരെയും പലയിടങ്ങളിലേക്ക് അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങളെ കൊടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ കുടുംബമില്ലാത്ത, പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് എവിടുന്ന് വിവാഹം നടക്കാൻ? വിവാഹം കഴിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിൽ ഞാൻ 7 സഹോദരിമാരെ പോയി കല്യാണം ആലോചിച്ചിട്ടുണ്ട്, കല്യാണം കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ആ ഒരു സീരിയസ് ടോക്കിലേക്ക് വരുമ്പോൾ ഞാൻ തുറന്നു പറയും, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അതുകൊണ്ട് അവസാനിക്കും കല്യാണാലോചനകൾ. അങ്ങനെ എല്ലാം അവസാനിക്കും. ദിവസം ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവെ, തിരിഹിതമല്ലെങ്കിൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയിൽ ഇതുപോലെ തന്നെ ഞാൻ അന്നും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുക പതിവാണ്. ഒരു ദൈവദാസി എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇന്ന് അവർ ഡാളസ് ഹൂസ്റ്റണിൽ താമസിക്കുന്നു. ആ ദൈവദാസി എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടിയും ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു ധീര പോരാളിയാണ്. ഇവരുടെ കുടുംബം വലിയ കുടുംബമൊക്കെയാണ്. പക്ഷേ ദൈവദാസനെ ഞാൻ ഈ വിവാഹം ആലോചിച്ച് മുന്നോട്ട് പോയാൽ അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, താല്പര്യമാണെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊടുപുഴയ്ക്കടുത്തുള്ളതായിരിക്കുന്ന വണ്ണപ്പുറം എന്ന സ്ഥലത്തുള്ളതായിരിക്കുന്ന ഒരു സഹോദരി എൻ്റെ ജീവിതത്തിലേക്ക് 2002 അവസാനത്തിങ്കൽ വിവാഹ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കർത്താവ് എന്നോട് വളരെ വ്യക്തിപരമായി സംസാരിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചതും നിന്റെ ജീവിതത്തിൽ ഇത്രയേറിയ കടുത്ത പരിപരുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയതും അവിടെ നിന്നെല്ലാം ഞാൻ നടത്തിക്കൊണ്ട് വന്നതും ഈ ഒരു ജീവിതത്തിൻ്റെ സുഖ ലോലുപതയിലേക്ക് പോകേണ്ടതിനല്ല, മറിച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൻ്റെ ചിഹ്നത്തിന് മുമ്പിൽ, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്നും ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകും.
അന്ന് ഞാൻ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അന്നും ഞാൻ എന്നാൽ കഴിയുന്ന വിധം എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലുമുണ്ട്. കർത്താവിനോട് പറഞ്ഞു, ക്യാൻ യു സാക്രിഫൈസ് ദിസ് ആൻഡ് വുഡ് യു ലവ് മീ more than what you love your job and your profession and your family and what you have decided to quit everything and dedicated my life for the ministry. വളരെ അത്ഭുതകരമായി ഒരു സാധ്യതയില്ലാതിരുന്നിടത്ത് കഴിഞ്ഞ ഒരു 11 വർഷത്തോളം മസ്കറ്റിൽ പോകുവാൻ കർത്താവ് അവസരം നൽകി. അവിടെ ഒരു സഭയുടെ ശുശ്രൂഷകനായിക്കൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ, സുവാർത്ത ഫുൾ ഗോസ്പൽ അസംബ്ലിയുടെ സഭാ ശുശ്രൂഷകനെ കർത്താവിനെ സേവിക്കുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായ ദൈവത്തിന് സ്തോത്രം. ദൈവസ്ഥലിൽ വളരെ പ്രാർത്ഥിച്ചു. എനിക്ക് രാജ്യത്ത് വന്ന് എൻ്റെ ഒരു തുടർ പഠനം നടത്തണം എന്നതിനെക്കുറിച്ച് വളരെ ആഗ്രഹിച്ചു. കർത്താവ് ഏകദേശം 2 വർഷത്തെ എൻ്റെ അധ്വാനവും എൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായി കർത്താവ് ഇങ്ങനെ ഈ രാജ്യത്ത് വരുവാൻ അവസരം തന്നിരിക്കുകയാണ്. അടുത്ത 4 വർഷം ഈ രാജ്യത്ത് ഞാൻ ഉണ്ടായിരിക്കും. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഡോക്ടർ ലെവൽ സ്റ്റഡീസിന് വേണ്ടി ഞാനിവിടെ വന്നിരിക്കുന്നു. കർത്താവ് എന്നെ സഹായിക്കേണ്ടതിന് ദൈവദിനം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഈ രാജ്യത്ത് വരാൻ അവസരമൊരുക്കി. അതിനു മുൻപ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭാര്യ, 2 മക്കൾ എനിക്കുണ്ട്. മൂത്ത മകൻ അവനിപ്പോൾ US ഡാളസിൽ UT ടൈലർ യൂണിവേഴ്സിറ്റിയിൽ CPA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൾ ഇപ്പോൾ 10th ഗ്രേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ വിതിൻ 7 or 8 months they also will join with me. അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ ഞാൻ എൻ്റെ ദൈവം എനിക്ക് നന്ന ഒരു വചനം, അതിൻ്റെ ആ ഒരു സന്ദേശം മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശ്രമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമുക്കേവർക്കും വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ വചനത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. വളരെ അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ കർത്താവിനെ ഏൽപ്പിച്ച ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായി വേഗത്തിൽ പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ചിന്ത കിടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുവാനാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന പ്രേരണ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കണ്ണിൽ നോക്കി പഠിപ്പിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഈ വിദ്യാർത്ഥികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്, വിദ്യാർത്ഥികളെല്ലാം അധ്യാപകരെ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ വേദഭാഗത്ത് വിവരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാകയാൽ നിങ്ങളാരും ബൈബിൾ വായിക്കണ്ട. നിങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കേണ്ട. വേഗത്തിൽ സമയത്തിൻ്റെ കുറവുകൂടുണ്ട്. another 10 minutes I have to wind up my message. 12 minutes I have to wind up my message. ഈ 10 സമയത്തിനുള്ളിൽ കർത്താവ് എനിക്ക് നൽകിയ ചിന്ത വേഗത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. ജീവിതത്തിൻ്റെ പിടിവള്ളിയുടെ അവസാന തമ്പിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പിടിവള്ളിയുടെ അവസാന തുമ്പിലെത്തി നിൽക്കുമ്പോൾ നാം എന്തു ചെയ്യണം? ഇതിനെ ആസ്പദമാക്കി കർത്താവ് എനിക്ക് തന്ന ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ സുവിശേഷം യോഹന്നാൻ എഴുതുന്നത് 3 വ്യത്യസ്ത വായനക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. യഹൂദ ജാതികളെ, അതുപോലെ തന്നെ യവനായ സംസ്കാരത്തിൽപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത്. ഈ 3 പേരോടുമുള്ളതായിരിക്കും സന്ദേശം ഇതിനകത്ത് അന്തർലീനമാണ്, ഇതിനകത്ത് സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്. I hope my Malayalam is getting stronger. Okay. Right. Okay. ഞാൻ സമയത്തിന് കുറവുണ്ട്. ബയലിംഗൽ യൂസ് ചെയ്യാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ദൈവം യഹൂദ ജാതിയോടും ജാതികളായിരുന്നവരോടും ഈവൻ നമ്മളോടുമുള്ള സന്ദേശം ഇതിനകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മളോടുള്ള സന്ദേശം എന്താണെന്ന് 5 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, കർത്താവ് ഈ യോഹന്നാൻ ഈ വചനത്തിലൂടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ ജീവിതത്തിലെ ലജ്ജാകരമായ അനുഭവങ്ങളെ ആനന്ദത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് ദൈവമെന്ന് ഈ വചനത്തിലൂടെ നമ്മൾ പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാം. ലജ്ജാഭാരമേറ്റ് നിൽക്കുന്ന ഒരു കുടുംബനാഥൻ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ട് നിൽക്കുന്നവരുടെ മധ്യത്തിലേക്ക് യേശു കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിക്ക്, യേശു പറഞ്ഞത് അവരുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും അതനുസരിക്കും
ചെയ്യുവാൻ ബാധ്യസ്ഥതയായപ്പോൾ, അതനുസരിച്ചപ്പോൾ അനുസരണം അത്ഭുതമായി മാറി. ഇന്ന് പകലിൽ ദൈവജനത്തോട് ഇങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ദൈവം പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും അനുസരിക്കുവാൻ താല്പര്യമുള്ളവരെ അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കരപിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. അത്ഭുതമാക്കി മാറ്റാൻ അനുസരണത്തെ നിദാനമാക്കി ഉപയോഗിക്കുന്ന ദൈവം ഇന്ന് പകലിൽ നിന്നോട് പറയുന്നു, ജീവിതത്തിന്റെ പരിപരുത്ത മേഖലകളിൽ you are not alone. I will come down and make you a miracle. Hallelujah. Praise the Lord. Hallelujah. കർത്താവ് ഇവിടെ ഈ അത്ഭുതം ചെയ്യാൻ ജീവിതത്തിൻ്റെ അവസാന പിടിവള്ളിലെത്തി നിൽക്കുന്ന ഈ കുടുംബനാഥനോട് ചോദിച്ചാൽ കുടുംബനാഥന് പറയും, കർത്താവിൻ്റെ അടുക്ക് വാർത്തയെത്തി. അകത്തുനിന്ന് വരുന്നൊരു സന്ദേശമുണ്ട്. അകത്തുനിന്ന് വരുന്ന സന്ദേശം എന്താ? വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ കലവറക്കാരൻ പറയുകയാണ്, ബാങ്കറ്റ് ഹെഡ് ഓഫ് ദി ബാങ്കറ്റ് ഈസ് സേയിങ് all our wine jars are empty. ഒന്നും അതിനകത്തില്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. അകത്തുനിന്ന് വരുന്നൊരു വാർത്ത ശൂന്യതയുടെ വാർത്തയാണ്. ഈ വാർത്ത കേട്ടിട്ട് കർത്താവ് തിരിഞ്ഞ് മുറ്റത്ത് കിടക്കുന്ന കിണറിന്റെ കരയിലുള്ള 6 ശൂന്യമായ കൽപാത്രങ്ങളെ കാണുകയാണ്. അകത്തുനിന്ന് വരുന്ന വാർത്ത ശൂന്യതയുടേതാണ്, പുറത്ത് കാണുന്നതും ശൂന്യതയുടെ വാർത്തയാണ്. പ്രൈസ് ഗാഡ്. നോക്കുക, ഈ ശൂന്യമായി കിടക്കുന്ന ശൂന്യതയുടെ വാർത്ത വരുമ്പോൾ, അകത്തുനിന്ന് ശൂന്യതയുടെ വാർത്ത ഉണ്ടായാൽ, അകത്ത് ശൂന്യത തളം കെട്ടിയാൽ ജീവിതത്തിൻ്റെ സകല ഊർജവും ചോർന്നു പോകും, സകല സന്തോഷമില്ലാതായിത്തീരും. ജീവിതത്തിൽ നിനക്ക് സകലതും നഷ്ടമായെന്ന് നിന്നോട് തന്നെ പറയുന്നൊരു തലമാണ് മനസ്സിൻ്റെ അകത്ത്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് പറയുന്നു, ആമേൻ. ജീവിതത്തിൽ നിരാശയുടെ സാഹചര്യങ്ങൾ തളം കെട്ടി വരുമ്പോൾ നിന്നെ തോൽപ്പിക്കുവാൻ നിന്റെ നിരാശയ്ക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഇന്ന് പകലിൽ പറയുന്നു, അകത്ത് ശൂന്യത മാറണമെങ്കിൽ പുറമേയുള്ള ചില ശൂന്യതകൾ നിറയേണ്ടതുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, പുറത്തുള്ള ശൂന്യത മാറിയാൽ മനസ്സൊന്ന് നിറയും, കണ്ണൊന്ന് നിറയും. ആ കണ്ണു നിറയുന്നത്, ആ മനസ്സ് നിറയുന്നത് അകത്ത് ശൂന്യത മാറുവാൻ മുഖാന്തരമാക്കി ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നോക്കുക, യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചതിൻ്റെ ആ ഒരു ചരിത്രം ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. എന്താണെന്നറിയോ? കർത്താവ് പറഞ്ഞത് എന്താ? കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. പ്രാഥമികമായിട്ട് നോക്കിക്കേ, ആരാ പ്രശ്നം ഉണ്ടാക്കുന്നേ? കാറ്റാണോ? കാറ്റ് കാണാൻ പറ്റത്തില്ലെന്നേ. കാണാൻ പറ്റുമോ? കാറ്റ് കാണാൻ പറ്റുന്നില്ല. കടലിളകി തിരമാല ഉയരുന്നത് നഗ്നനേത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിൻ്റെ സ്റ്റൈൽ, the priority of Jesus is not that which is visible. The priority of Jesus is always that which is invisible. Hallelujah. ഈ കടൽ ഉയരുന്നത്, തിരമാല ഉയരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? കാറ്റുള്ളത് കൊണ്ടാണ്. കാറ്റ്, അദൃശ്യമായ കാറ്റ് ഉയർന്നു പൊങ്ങുന്നത് കൊണ്ട് ഈ തിരമാല ഉയർന്നു വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ആന്തരിക തലത്തിന് പുറകിൽ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയാത്ത ഒരു അന്ധകാര ശക്തിയെ ആദ്യം അമർച്ച ചെയ്യുമ്പോൾ സകലതും കീഴാക്കി തരുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. കരപിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഓ റിക്കമര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പിടിച്ചടക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ദുഷ്ടാത്മാവിന്റെ പോരുകളെ ദൈവസഭയായി ആരാധിച്ച് ബന്ധനത്തെ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. പോക്ക്, യാത്ര മുന്നോട്ട് സാധ്യമല്ലെന്ന് വിചാരിച്ച നിമിഷങ്ങളിൽ, മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ദൈവമാകുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ സഹായിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന് മഹത്വത്തെ കാണാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന മറ്റൊരു സന്ദേശത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഈ വീട്ടുകാര് അവര് വേണ്ടത്ര വീഞ്ഞൊന്നും കരുതി വെക്കാത്തതുകൊണ്ടൊന്നുമല്ല പെട്ടെന്ന് തീർന്നു പോയത്. ഞാൻ ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കണ്ടതായിരിക്കുന്ന കാര്യം, ഈ വീഞ്ഞ് ഇതിനുള്ള കാരണം എന്നറിയോ? ഒന്നാമത്തെ കാരണം ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ജോൺ സ്റ്റോട്ട് എന്നറിയപ്പെടുന്ന പ്രശസ്തനായിരിക്കുന്ന ഒരു ബൈബിൾ വിവർത്തകൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാ: യേശു കർത്താവ് അന്ന്
അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേ. മേരിയുടെ മകനെന്നറിയപ്പെട്ടിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു രൂപഭാവം ഉണ്ടായി, ഒരു രൂപമാറ്റമുണ്ടായി, ഒരു ഭാവമാറ്റമുണ്ടായി. തൻ്റെ ആശയങ്ങളിലും തൻ്റെ പ്രവൃത്തികളിലുമൊക്കെ വ്യത്യസ്തനായ ഒരാളായി മാറി. പലസ്തീൻ്റെ നാടിലൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചിങ്ങനെ പോകുന്നത് കാണാൻ വളരെ രസമായിട്ട് ഒരുപാട് പേര് യേശു അവിടെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് കുറേ പേര് വീട്ടിൽ വന്ന് കയറി. They were not invited guests. അവർ ഇൻവൈറ്റഡ് ആളുകളൊന്നും ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ടു സീ ജീസസ് they came in. അങ്ങനെ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് എല്ലാം കൂടെ വന്ന് ഈ ബാങ്കറ്റ് ഹാളിലൊക്കെ ഇടിച്ച് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. വീഞ്ഞു എല്ലാം തീർന്നു പോയി. അവരുടെ ആകെ മൊത്തം കാൽക്കുലേഷൻ, ഇവന്റ് മാനേജ്മെൻറ്റുകാർ ആകെ അന്താളിച്ച് പോയി. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നോക്കി, എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ ചിന്ത എന്നറിയോ? ഓക്കെ, ഈ വീട്ടിലെ വീഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയുള്ള കാരണം അവർ കരുതാത്തത് കൊണ്ടൊന്നുമല്ല, അവരുടെ ഒരു കാൽക്കുലേഷൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല, അവരുടെ ഒരു ഇതൊന്നും കൊണ്ടൊന്നല്ല തീർന്നു പോയത്. അൺഇൻവൈറ്റഡ് ഗസ്റ്റ് വന്നു. എന്താ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് വരാനുള്ള കാരണം? കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ ചിന്തയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആശയം ഇതാണ്. നോക്കുക, കർത്താവ് നിമിത്തം, കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ, കർത്താവിനെ അവിടെ ഉള്ളത് കൊണ്ടാണ് അൺഇൻവൈറ്റഡ് ഗസ്റ്റ് വന്നതും നീ കരുതി വെച്ചതായിരിക്കും സകലതും തീർന്നു പോയതെന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന് ദൂതായി പറയുവാൻ, കൈമാറുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച സംഗതി ഇതാണ്. കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതിൻ്റെ പേരിൽ നിനക്കൊരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, അവൻ അങ്കലാപ്പിലൂടെ, ഒരുപാട് നിന്ദയിലൂടെ, പരിഹാസത്തിലൂടെ നീ കടന്നുപോയിട്ടുണ്ടാകും. കർത്താവ് നിമിത്തം സംഭവിച്ച നഷ്ടത്തെ അതെന്നും നഷ്ടമായി തന്നെ നിലനിൽക്കുകയില്ല. അതിനെ ലാഭമാക്കി മാറ്റുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ കരുതി വെച്ച പലതും നിലച്ചിരിക്കാത്ത നേരത്ത് തീർന്നു പോയ അനുഭവം നിന്റെ ജീവിതത്തിലുണ്ട്. നിലച്ചിരിക്കാത്ത നേരത്ത് കരുതൽ ധനം തീർന്നു പോയി. എന്ത് ചെയ്യുമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ശൂന്യതകളിലേക്ക് നോക്കി അതിനോട് കൽപ്പിച്ചു പറഞ്ഞ് അത്ഭുതത്തെ പുരക്കകത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവനെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള നീ ലജ്ജാഭാരമേറ്റ് നിൽക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഇത് നിന്റെ സാക്ഷ്യമായി പറയുവാൻ സാധിക്കുമോ? ദൈവത്തിന്റെ വചനത്തിലേക്ക് നിരച്ചിരിക്കാത്ത നേരത്ത് നന്മകൾ തീർന്നു പോയാൽ, ശൂന്യതയിലേക്ക് നോക്കി കൽപ്പിച്ച് പറഞ്ഞ അത്ഭുതത്തെ പുരയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിവുള്ള കർത്താവിനെ ഭവനത്തിൽ ക്ഷണിച്ചിട്ടുള്ള നീ ലജ്ജാഭാരമേറ്റ് നിൽക്കുവാൻ കർത്താവ് ദീർഘനാൾ നിന്നെ കൈവിട്ട് കൊടുക്കയില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ്, രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൻ്റെ ആശയുടെ അവസാന പിടിവള്ളി ഒത്തു നിൽക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? അതിന് 6-7 വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു കർത്താവ് അവിടെ നിന്ന് വേലക്കാരോട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞതിന് ശേഷം കർത്താവ് പിന്നെ അതിൻ്റെ അടുത്തോട്ട് ഒന്ന് പ്രാർത്ഥിച്ചോ? No. He didn't go to the water content gallons and prayed. No, he didn't do that. But what did Jesus do? കർത്താവ് പറഞ്ഞു, അത് കോരി നിറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു, ഇനി വിരുന്ന് വാഴിക്ക്, ഇനി ഇവിടെ ഇരുന്നപ്പോൾ നേരെ അത് കലവറിലെത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ചിന്ത, കർത്താവിനെ ആത്മാവ് ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിനെ കൊണ്ടുപോയി ചിന്തയാണ് പറയുന്നത്. വേഗത്തിൽ, സമയത്തിന് കുറവുകൊണ്ട് വേഗത്തിൽ വിടുന്നത്. എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചതായിരിക്കും ചിന്ത ഇതാണ്. ഈ കർത്താവോടെ പ്രാർത്ഥിച്ചൊന്നുമില്ല, പക്ഷേ കർത്താവിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരിക്കാം. കർത്താവോടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നായിരിക്കുന്ന ഒരു ചിന്ത ഇതാണ്, ഈ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവസൃഷ്ടിയാണല്ലേ, ദൈവസൃഷ്ടിയായിരിക്കുന്ന വെള്ളം. കർത്താവ് പരിപൂർണനായ ദൈവം, സൃഷ്ടവായിരിക്കുന്ന ദൈവം, സൃഷ്ടിയായിരിക്കുന്ന വെള്ളവും സൃഷ്ടവായിരിക്കുന്ന ദൈവവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ സമയം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവായ കർത്താവിന് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ യു ആർ H2O.
ഇതാണ് നിന്റെ എന്താണ് നിന്റെ ഞാൻ ഐ ഡിഡ്ന്റ് സ്റ്റഡി കെമിസ്ട്രി ആഫ്റ്റർ 10th ക്ലാസ്. ഓക്കെ, H2O ആണ് നീ. അതാ നിന്റെ രാസനാമം, അതാണ്. That is your scientific name, H2O. But you can express, you exhibit the quality of water, no problem, you can do that. എന്നാൽ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് സൃഷ്ടിയായിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഒരു വലിയ നിന്റെ തനതായ സ്വഭാവം ഇതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ മഹത്വമെന്ന് വെളിപ്പെടേണ്ടതിന്, ഞാൻ ആരാണെന്ന് ലോകമെന്നറിയേണ്ടതിന്, ഈ ഭവനമെന്നറിയേണ്ടതിന്, ഈ സമൂഹം അറിയേണ്ടതിന്, ഈ സഭ അറിയേണ്ടതിന്, എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ആഗ്രഹപ്രകാരം will you change in the name of Jesus? Hallelujah. കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ജീവിതത്തിൻ്റെ പിടിവള്ളി, അവസാന പിടിവള്ളിയുടെ അവസാന കച്ചിത്തുരുമ്പിൽ എത്തി നിൽക്കുന്ന ജീവിതമായിരിക്കാം നീ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ജീവിതത്തിൽ ആഴമേറിയ ഒരു മാനസാന്തരത്തിന്, ആഴമേറിയ ഒരു ക്രമീകരണത്തിന്, കർത്താവേ, ഞാൻ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മനോഗതം അറിഞ്ഞുള്ള ഒരു വലിയ രൂപാന്തരത്തിന് എന്നെ സമർപ്പിക്കുന്നത് പറയാൻ സാധിക്കുമോ? അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകരം വെള്ളം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. വെള്ളം ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയുമോ? എൻ്റെ കർത്താവേ, എൻ്റെ സൃഷ്ടാവേ, അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെട്ട് കാണേണ്ടതിന്, ഈ കൂടി നിൽക്കുന്നവർ അങ്ങിൽ വിശ്വാസം ഒന്ന് അർപ്പിക്കേണ്ടതിന്, ഏതൊരു തലത്തിലേക്ക് വേണമെങ്കിലും ഞാൻ രൂപാന്തരപ്പെട്ടുകൊള്ളാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ തീരുമാനമാണോ? കർത്താവേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ ഏതൊരു തലത്തിലേക്ക് വേണമെങ്കിലും ഞാനൊന്ന് രൂപാന്തരപ്പെടാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഓ, the beginning of a miracle is from a beginning of a problem. Hallelujah. beginning of a miracle is from the cradle of a problem. ഒരു പ്രശ്നത്തിൻ്റെ തൊട്ടിലിൽ നിന്നാണ് ഒരു അനുഗ്രഹം, ഒരു അത്ഭുതത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം ഇങ്ങനെ കൂടെ പരിശുദ്ധാത്മാ പറയുവാൻ പ്രേരിപ്പിക്കുകയാണ്. നോക്കുക, ജീവിതത്തിലെ നിരാശയുടെ വേളയിൽ അവസാന പിടിവള്ളിൽ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, യുവർ ചേഞ്ച് വിൽ ബി എ സീഡ് പ്ലോട്ട് ഓഫ് യുവർ മിറക്കിൾ. നിന്റെ ജീവിതത്തിൽ മാറ്റത്തിന് വേണ്ടി, ജീവിതത്തിൽ മാറുവാൻ വേണ്ടി നീ എടുക്കുന്ന തീരുമാനം നിന്റെ അത്ഭുതത്തിന്റെ അടയാളമായി മാറും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I know my time is up. Almost 2 minutes extra I have taken. I'll take another 3 more minutes and I will excuse me for encroaching your precious time. Amen. കർത്താവ് സഹായിക്കട്ടെ. ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എൻ്റെ പ്രത്യാശയെ തൊട്ടുണർത്തിയ ഒരു ചിന്ത കൂടെ പരിശുദ്ധമാവ് തന്നിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കുക, ഈ വേദഭാഗത്തിൽ കാണാത്തൊരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ച് നമുക്ക് 2 അധ്യായം 6-7 വാക്യങ്ങളിൽ മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്തും ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. യേശു അത്ഭുതം ചെയ്ത കൽപ്പാത്രത്തെക്കുറിച്ച് ഒരേക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് മറ്റ് രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതായിരിക്കുന്ന എക്സ്കവേറ്റേഴ്സ് നടത്തിയതായിരിക്കുന്ന ഒരു എക്സ്കവേഷനുണ്ട്. പലസ്തീൻ നാടും യഹൂദ നാടുകളിലൊക്കെ അവരോരോ സ്ഥലങ്ങളെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തിയ എക്സ്കവേഷൻസിൻ്റെ ഫലമായിട്ട് അവർ കാനായിലെ ഗലീലയിലെ കാനാവിലെ ഈ വീട്, വിവാഹം നടന്ന വീട്, ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് അവർ നടത്തിയ ഒരു എക്സ്കവേഷനിൽ മീറ്ററുകൾ കുഴിച്ച് താഴെ ചെന്ന് മണ്ണൊക്കെ മാറ്റി ചെന്നപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ കൽഭരണിയുടെ രൂപത്തിലുള്ളതായിരിക്കുന്ന ചില പൊട്ടും പൊടിയൊക്കെ അവർ കിട്ടി. അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫോസിൽ സ്റ്റഡിയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രായം അവർ കണക്കാക്കാൻ കഴിഞ്ഞത് ഏകദേശം യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു സാധനമായിട്ട് അവർ കണക്കാക്കാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് അവരതിനെ അവിടെ ഇട്ടേച്ച് പോയില്ല. അവരതിനെ എടുത്തുകൊണ്ടുപോയി അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അതിനെ വളരെ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ അവരുടെ
അവിടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ മ്യൂസിയത്തിൽ വെച്ചിട്ട് അതിന് ഇൻസ്ക്രിപ്ഷൻ എഴുതി വെച്ചു, ഇത് കംസ് വെയർ ദ ഫസ്റ്റ് മിറക്കിൾ ഓഫ് ജീസസ് ടുക്ക് പ്ലേസ്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടന്ന കൽഭരണിയുടെ പൊട്ടും പടിയുമെന്ന് അവർ അതിനെ എഴുതി വെച്ചു. ഇതിനെ കാണാൻ വേണ്ടി ആയിരങ്ങൾ ഓരോ ദിവസവും ലൈബ്രറിയിൽ ആ മ്യൂസിയത്തിൽ വന്ന് കണ്ടുപോകാറുണ്ട്. അത്ഭുതത്തോടു കൂടെ നോക്കി അതിനെ ദൈവത്തിനെ സ്തുതിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് വായിക്കാൻ സാധിച്ചു. എന്നാൽ അതെന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ആശയം ഇതാണ്. നോക്കുക, യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ചാണ് യോഹന്നാനിൽ വായിക്കുന്നത്. ആദ്യത്തെ അത്ഭുതം നടന്ന ആ ഒരു കൽഭരണിയെ പോലും ദൈവം വെറുതെ വിട്ടുകളഞ്ഞില്ല. ഹല്ലേലൂയ. മണ്ണോട് മണ്ണായി മൈറ്ററുകൾ താഴെ കിടന്ന അതിനെയും ഉയർത്തിയെടുത്തൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നോക്കുക, നമ്മിൽ നടന്ന വലിയ അത്ഭുതം ഏതാണെന്നറിയുമോ? ക്യാൻസർ മാറിയതല്ല, കിഡ്നി പ്രോബ്ലം മാറിയതല്ല, ഹാർട്ട് പ്രോബ്ലം മാറിയതല്ല, ജീവിതത്തിൽ ശരീരത്തിൽ വ്യാപരിച്ച രോഗക്കെടുതികളിൽ നിന്ന് സൗഖ്യമല്ല, മറിച്ച് പാപികളിൽ പാപിയായിരുന്ന എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ അതിമഹത്തായ അതുല്യമായ അനുഗ്രഹം, ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൽഭരണിയുടെ പൊട്ടും പൊടിയും മീറ്റർ കണക്ക് താഴെ കിടന്നതിൽ നിന്ന് ഉയർത്തിയെടുത്തതിനെ ശുദ്ധീകരിച്ച് മാന്യമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ബദലേ യേശുവിൻ്റെ അതിമഹത്തായ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മണ്ണോട് മണ്ണായാൽ പോയാലും കാഹളം ധ്വനിക്കുമ്പോൾ മനുഷ്യർ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് സാക്ഷിക്കുന്നത് രൂപാന്തരം പ്രാപിച്ച് അവനോട് സ്വർഗത്തിൽ അവരെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും മുമ്പേ മരിച്ചവർ ക്രിസ്തുവിൽ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ അവർ ഉയർക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കുന്ന അനുഭവം നമുക്കിന്ന് പകൽക്കാലം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ കർത്താവേ, ആ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞാൻ തകർന്നു പോകാൻ അനുവദിക്കാതെ എന്നെ ഉയർത്തുന്ന ദൈവം. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ കാഹളം ധ്വനിക്കുമ്പോൾ തേജസ്സിൽ ഉയർപ്പിക്കുന്ന വചനം കൂടെ യോഹന്നാൻ അന്തർലീനമായി എഴുതി വച്ചിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ പിടിവള്ളിയിൽ അവസാന കണ്ണിലെത്തി നിൽക്കുമ്പോൾ നമുക്കെന്ത് പറയാൻ കഴിയും? കർത്താവേ, അങ്ങയെ ഞാൻ അനുസരിക്കാം. എൻ്റെ കർത്താവേ, തീർന്നു പോയാലും ശൂന്യതയിലേക്ക് നോക്കി ചിലതിനോട് കൽപ്പിച്ച് പറയാൻ കഴിയുന്ന അങ്ങയെ എൻ്റെ ഭവനത്തിൽ എന്നും ഞാൻ നിലനിർത്തും. എൻ്റെ കർത്താവേ, ജീവിതത്തിൽ അവസാന പിടിവള്ളിയെത്തി നിന്നാലും ഹല്ലേലൂയ, അങ്ങയുടെ ഹിതമനുസരിച്ച് എന്നെ രൂപാന്തരപ്പെടുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു പറയാൻ സാധിക്കട്ടെ. എൻ്റെ കർത്താവേ, ജീവിതത്തിൻ്റെ അവസാന പിടിവള്ളിലെത്തി നിന്നാലും ഹല്ലേലൂയ, എൻ്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്ന ഉയർപ്പിൻ സുദിനത്തിനായി എന്നെ ഒരുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് തടസ്സം കൂടാതെ ജീവിപ്പാൻ കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആത്മാവിനെ സ്തുതിച്ചാട്ടെ, ആത്മാവിനെ ശരീരത്തെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവശക്തി വ്യാപാരം ഉണ്ടാകട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി, രോഗങ്ങളുടെ സൗഖ്യം, വിടുതലിന്റെ ശക്തിയെ